അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി കമാ യുഹിബ്ബു റബ്ബുനാ ജല്ല വഅല. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറ്റവും ആദരണീയനായ ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷൻ നമ്മുടെ സുഹൃത്ത് ഹബീബ് സാഹിബ്, അതുപോലെ ഈ മഹത്തായ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറി ആയിട്ടുള്ള പ്രൊഫസർ അബ്ദുൽ അലി മദനി, അതുപോലെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, കാരുണ്യവാനായ സർവശക്തനായ അല്ലാഹു തആല നാം ഏവരെയും അവൻ്റെ റഹ്മത്ത് കൊണ്ട്, അവൻ്റെ കൃപ കൊണ്ട് രണ്ട് ലോകത്തും അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു ഫാമിലി മീറ്റിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഞാൻ എല്ലാവരെയും ഈ സന്ദർഭത്തിൽ ഒരു പൂന്തോട്ടത്തിലേക്ക് കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൽ പൂന്തോട്ടത്തെക്കുറിച്ച് ചിന്തിക്കുക. എന്തെല്ലാം വർണ്ണങ്ങളുള്ള മനോഹരമായ പുഷ്പങ്ങൾ അതിലുണ്ട്. വർണ്ണങ്ങൾ മാത്രമല്ല, സുഗന്ധമുണ്ട്, ശുദ്ധമായ വായുണ്ട്, കണ്ണിന് ആനന്ദകരമായിട്ടുള്ള കാഴ്ചകളുണ്ട്. എല്ലാ അർത്ഥത്തിലും മനുഷ്യന് നന്മ പ്രദാനം ചെയ്യുന്ന ഒരു തോട്ടത്തിൽ നിങ്ങൾ കുടികൊള്ളുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബം അങ്ങനെയുള്ള ഒരു പൂന്തോട്ടമാകേണ്ടതുണ്ട്. നമ്മുടെ ഫാമിലികൾ അങ്ങനെയുള്ള പൂന്തോട്ടങ്ങളാകേണ്ടതുണ്ട്. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിച്ചു നോക്കിയാൽ, അവിടുത്തെ ഉപദേശങ്ങൾ പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഒരു ഫാമിലി, ഒരു കുടുംബം വളരെ സന്തോഷത്തോടുകൂടെ, സംതൃപ്തിയോടുകൂടെ, ആനന്ദകരമായി മുന്നോട്ട് പോകുക എന്ന് നമുക്ക് വായിച്ചെടുക്കാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് കഴിയും. സഹോദരങ്ങളെ, നമ്മൾ പ്രവാസികളാണല്ലോ. ഇവിടെ കൂടെ കുടുംബമുള്ളവരുണ്ട്, കുടുംബമില്ലാത്തവരുണ്ട്. അതായത് പലരുടെയും കുടുംബം നാട്ടിലാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഭക്ഷണം നൽകുകയാണ്, വസ്ത്രം നൽകുകയാണ്, വിദ്യാഭ്യാസം നൽകുകയാണ്, ചികിത്സ നൽകുകയാണ്. കുടുംബത്തിൻ്റെ നായകൻ, ഗൃഹനാഥൻ എന്ന് നമ്മൾ പറയുന്ന ആളുകൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ പണം നമ്മൾ ചെലവഴിക്കുമ്പോൾ പരിശുദ്ധ ഇസ്ലാം എത്രമാത്രമാണ് അതിന് പ്രാധാന്യം നൽകുന്നത് എന്ന്?
ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് പണം അയച്ചു കൊടുക്കുന്നു. എന്തിനാണ് പണം അയക്കുന്നത്? നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ വീട്ടിൽ കഴിയുന്ന നമ്മുടെ കുഞ്ഞുമക്കൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ട ഇണക്ക്, അവർക്കൊക്കെ അവരുടെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്, അത് നിറവേറ്റണം. അത് ഭക്ഷണമാകാം, മറ്റുള്ള കാര്യങ്ങളാകാം. എല്ലാവരും മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യമുണ്ട്. നമ്മൾ നമ്മുടെ ഇണക്ക് ഇങ്ങനെയുള്ള സാമ്പത്തികമായി ചെലവ് നിർവഹിക്കുമ്പോൾ അതൊക്കെ അള്ളാഹുവിൻ്റെ പ്രതിഫലം മോഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വചനം ഞാൻ നിങ്ങളുടെ മനോമുഖിരത്തിലേക്ക് അറിയിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, ദീനാറുൻ അൻഫഖ്തഹു ഫീ സബീലില്ലാഹ്. ദൈവമാർഗത്തിൽ, പടച്ചവന്റെ മാർഗത്തിൽ ഒരാൾ ഒരു ദീനാറ് ചെലവഴിച്ചു. വദീനാറുൻ അൻഫഖ്തഹു ഫീ റഖബത്തിൻ. അടിമ മോചനത്തിന് വേണ്ടി ഒരു മനുഷ്യൻ മറ്റൊരു ദീനാറ് ചെലവഴിച്ചു. വദീനാറുൻ തസദ്ദഖ്ത ബിഹി അലാ മിസ്കീൻ. സാധുവായ മനുഷ്യന്റെ നന്മക്ക് വേണ്ടി ഒരു ദീനാറ് ചെലവഴിച്ചു. വദീനാറുൻ അൻഫഖ്തഹു അലാ അഹ്ലിക. നിന്റെ ഇണക്ക് വേണ്ടി, നിന്റെ പിഞ്ചു മക്കൾക്ക് വേണ്ടി, നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, നിന്റെ വീട്ടിൽ നിന്റെ സംരക്ഷണത്തിൽ കഴിയുന്ന സഹോദരികളോ സഹോദരങ്ങളോ ഒക്കെ ആയിട്ടുള്ള അവർക്ക് നീ ഒരു ദീനാറ് ചെലവഴിച്ചു. ഈ ചെലവഴിക്കുന്നതെല്ലാം വലിയ പുണ്യമുള്ള കാര്യമാണ്, സംശയം വേണ്ട. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതാകട്ടെ, അല്ലെങ്കിൽ അടിമ മോചനത്തിനാകട്ടെ, അഗതിക്ക് സാമ്പത്തിക സഹായമാകട്ടെ, പക്ഷേ അതിലേറ്റവും അത്യുന്നതമായിട്ട് നിലകൊള്ളുന്നതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അഅ്ളമുഹാ അജ്റൻ അല്ലദീ അൻഫഖ്തഹു അലാ അഹ്ലിക. നിന്റെ ഭാര്യക്കും മക്കൾക്കും ചെലവഴിച്ച ആ ദീനാറാണ് ഇവയുടെ കൂട്ടത്തിൽ ഏറ്റവും വമ്പിച്ചത് എന്നുള്ളതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്കൂ, നമ്മളിത് ചെലവഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയ ഒരു ഭാഗ്യം. നമ്മുടെ കുട്ടി പറയാണ് അവൾക്കൊരു ഡ്രസ്സ് വേണം, അല്ലെങ്കിൽ അവനൊരു ഡ്രസ്സ് വേണം, അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു നോട്ട് പുസ്തകം വേണം, വേണ്ട ഒരു 10 രൂപയുടെ ഒരു പേന വേണം. അപ്പോൾ ആ 10 രൂപ നമ്മൾ കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, അതല്ലെങ്കിൽ കുട്ടി പറയാണ് എനിക്കൊരു ചോക്ലേറ്റ് വേണം, അപ്പം അതിന് നമ്മൾ ഒരു 5 രൂപ കൊടുക്കുകയാണ്, 10 രൂപ കൊടുക്കുകയാണ്. അതിനൊക്കെ അതെന്താ? നിന്റെ കുടുംബത്തിന് വേണ്ടി നീ ചെലവഴിക്കുന്നതാ, വമ്പിച്ച പ്രതിഫലമുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. നിന്റെ ഭാര്യ പറയുകയാണ് എനിക്ക് പനിയാണ്, അല്ലെങ്കിൽ ജലദോഷമാണ്, അല്ലെങ്കിൽ പിന്നെ അവിടെ ഓരോ പ്രശ്നങ്ങൾ പറയാം. അപ്പോൾ അവളെന്ത് ചെയ്യുന്നു? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, ഡോക്ടറെ കാണിക്കുന്നു, മരുന്ന് വാങ്ങുന്നു. നമ്മുടെ പോക്കറ്റിൽ നിന്ന് 800, 900, 1000 ചിലവാകുകയാണ്. മലക്കുകൾ രേഖപ്പെടുത്തുകയാണ്, നീ ചെയ്തിട്ടുള്ളത് ഏറ്റവും വമ്പിച്ച, ഏറ്റവും പുണ്യകരമായിട്ടുള്ള ഒരു കാര്യമാകുന്നു എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, അവളുടെ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പാർപ്പിടം, താമസ സൗകര്യം, അതുപോലെ വസ്ത്രം, ഇങ്ങനെയുള്ള എന്തിനും നമ്മൾ ചെലവഴിക്കുമ്പോൾ സഹോദരങ്ങളെ അതൊക്കെ വമ്പിച്ച പുണ്യകരമായ കാര്യമാണ് എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന പ്രശ്നം എന്താ? വല്ലാത്ത ധൂർത്താണ്, അമിത വ്യയമാണ്. അത് പാടുള്ളതല്ല. എന്തെല്ലാം സംഭവങ്ങളാണ് നിങ്ങൾ നോക്കൂ. ചില കുടുംബങ്ങളിലൊക്കെ ആളുകൾ പണം കൊണ്ട് പണം വാരിയെറിയാണ്. ഇപ്പം ഈ അടുത്താണല്ലോ പിന്നെ കുട്ടികൾ ടൂറ് പോകാൻ 7000 രൂപ വേണമെന്നാ. സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നുണ്ട്, അപ്പോൾ ഒരു കുട്ടിക്ക് പോകാൻ 7000 രൂപ വേണം. അപ്പോൾ ഒരു രക്ഷിതാവ്, അദ്ദേഹത്തിന് ഒരു 3 കുട്ടികളുണ്ടെങ്കിൽ 21,000 രൂപ വേണം എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഈ രൂപത്തിൽ ആളുകൾ അമിതമായിട്ടുള്ള ഒരു ധൂർത്തിൻ്റെ മേഖലയിലേക്ക് നമ്മുടെ നാട്ടിൽ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ്. ചില സഹോദരിമാരെങ്ങനെയാണെന്നറിയോ? മാസം തോറും
ചുരിദാർ വാങ്ങണം, അല്ലെങ്കിൽ മറ്റുള്ള ഡ്രസ്സുകൾ വാങ്ങണം, അതിന് ഡ്രസ്സിനായിട്ട് മാസം തോറും ഷോപ്പിംഗ്. അതുപോലെ വീട്ടുപകരണങ്ങൾ, അടുത്ത വീട്ടിൽ എന്തെങ്കിലും വാങ്ങിയാൽ അത് നമുക്കും വേണം. അത് ഉപയോഗിക്കുന്നുണ്ടോ ഉപയോഗിക്കുന്നില്ലേ എന്നുള്ള വേറെ പ്രശ്നം. നിങ്ങൾ കേട്ടില്ലേ, നമ്മുടെ വീടിനൊരു കുഴപ്പമില്ല, നല്ല ചന്തമുള്ള വീടാണ്, മനോഹരമായ വീടാണ്. അവിടെ വീട്ടിൽ ഫ്ലോർ ടൈൽസ് കൊണ്ട് വളരെ മനോഹരമാണ്. പക്ഷേ തൊട്ടടുത്ത ആള് വീട് കയറ്റിയിട്ടുണ്ട്. അവിടെ എന്താണ് നിലത്ത് വിരിച്ചിട്ടുള്ളത്? ഗ്രാനൈറ്റാണ്. അപ്പോൾ ഈ ടൈൽസ്, ഒരു കേടുമില്ലാത്ത ടൈൽസ് പൊളിച്ച് അവിടെ ഗ്രാനൈറ്റ് ഇടാൻ ആളുകൾ മുന്നോട്ട് പോകാണ്. ഇങ്ങനെയുള്ള ധൂർത്തും ആഡംബരവും പൊങ്ങച്ചവും പരിശുദ്ധ ഖുർആൻ പറയുകയാണത് പാടില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അദ്ദേഹം സുഖലോലുപന്മാരായിട്ടുള്ള ധൂർത്തടിക്കുന്ന ആളുകളെ കുറിച്ച് കേൾക്കുമ്പോൾ, അങ്ങനെയുള്ള സമ്പത്ത് യാതൊരു പരിധിയുമില്ലാതെ ചെലവഴിക്കുന്ന, അനാവശ്യമായി ചെലവഴിക്കുന്ന ആളുകളെ കുറിച്ച് കേൾക്കുമ്പോൾ അദ്ദേഹം ഉടനെ വന്നിട്ട് തൻ്റെ ഭാര്യയോടും മക്കളോടും പരിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായത്തിലെ 131-ാമത്തെ സൂക്തം പാരായണം ചെയ്തുകൊണ്ട് അവരെ ഉത്ബോധിപ്പിക്കും എന്ന് പറഞ്ഞാൽ ആയത്തോതി അവരുടെ മനസ്സിലേക്ക് ഒരു മിതമായ തോതിൽ ജീവിക്കാനുള്ള ഒരു സന്ദേശം നൽകും എന്നുള്ളതാണ്. എന്താണ് ആ വചനം? എല്ലാവരും ശ്രദ്ധിക്കുക. മഹാനായിട്ടുള്ള ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ വീട്ടുകാരോട് പാരായണം ചെയ്തു കൊടുക്കുന്ന വചനം, വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും സഹറത്തൽ ഹയാത്തിദ് ദുനിയാ ലിനഫ്തിനഹും ഫീഹി വരിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ഖാ. എന്താണ് ആ വചനത്തിന്റെ അർത്ഥം? അല്ലാഹു തആല പറയാൻ, വലാ തമുദ്ദന്ന ഐനൈക, നിന്റെ 2 കണ്ണുകളുണ്ടല്ലോ, ആ കണ്ണുകൾ ഇലാ മാ മത്തഅനാ ബിഹി, നാം സുഖ ഐശ്വര്യങ്ങൾ നൽകിയിട്ടുള്ള, സമ്പൽ സമൃദ്ധി നൽകിയിട്ടുള്ള ആളുകളുണ്ട്. നമ്മുടെ അയൽപ്പക്കത്ത് ഇടത്തോ വലത്തോ മുന്നിലോ ഒക്കെ ആയിട്ടുണ്ടെന്നതോ കൂറ്റൻ ബംഗ്ലാവുകൾ പണി കഴിപ്പിച്ച ആളുകളുണ്ടായിരിക്കും. ഒരു 1500 രൂപയുടെ ചുരിദാർ കിട്ടും. പക്ഷേ തൊട്ടടുത്ത വീട്ടിലെ സ്ത്രീ ധരിക്കുന്ന ചുരിദാറിൻ്റെ വില 15,000-ഓ 20,000-ഓ 30-ഓ 40-ഓ ഒക്കെ ആയിരിക്കാം. നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയാണ്, വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി, നാം സുഖാനുഗ്രഹങ്ങൾ നൽകിയിട്ടുള്ള അങ്ങനെയുള്ള ആളുകളിലേക്ക് നിങ്ങളുടെ ദൃഷ്ടികൾ നിങ്ങൾ പായിപ്പിക്കരുത്, അങ്ങോട്ട് നോക്കരുത് എന്നാണ്. എന്ന് പറഞ്ഞാൽ അതുപോലെ എനിക്കും അടിച്ച് പൊളിച്ച് ജീവിക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കണ്ട എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, എന്താ വിശുദ്ധ ഖുർആൻ പറയുന്നത്? അത് മിൻഹും സഹറത്തൽ ഹയാത്തിദ് ദുനിയ, ഈ ഐഹിക ജീവിതത്തിൻ്റെ മോടിയാണ്, അലങ്കാരമാണ് എന്നുള്ളതാണ്. അത് അവർക്ക് നൽകിയതിന് ലിനഫ്തിനഹും ഫിഹി, അവരെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ള ആളുകളെ കണ്ട് യാതൊരു ചിന്തയും ഇല്ലാതെ ആ രൂപത്തിൽ പോകാനായിട്ട് പാടുള്ളതല്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. അതായത് അമിതവ്യയം പാടില്ല, ധൂർത്ത് പാടില്ല. അതോടൊപ്പം തന്നെ നമ്മൾ ഈ കുടുംബത്തിനകത്ത് ഇന്നലെ കേരളത്തിൽ അറിയപ്പെട്ട ഒരു എഴുത്തുകാരൻ എഴുതിയിട്ടുള്ള ഒരു ലേഖനത്തിൽ പറയുന്നത് എന്താ അറിയുന്നത്? 1 മണിക്കൂറെങ്കിലും ഈ കുടുംബനാഥനും നാഥയും മക്കളും ഒക്കെ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് അടുത്തിരുന്ന് പരസ്പരം സംസാരിക്കുക. 1 മണിക്കൂർ ഫോൺ കംപ്ലീറ്റ് മാറ്റി വെക്കുക. എന്നിട്ട് പരസ്പരം അറിയാനും പരസ്പരം കാര്യങ്ങൾ സംസാരിക്കുക, പങ്കുവെക്കുക, ഓരോ ആളുകൾക്കും പറയാനുള്ളത് കേൾക്കുക, അവരുടെ സങ്കടങ്ങളാകട്ടെ ആഗ്രഹങ്ങളാകട്ടെ, അങ്ങനൊരു അന്തരീക്ഷം നമ്മുടെ വീട്ടിലുണ്ടാകണമെന്നാ. എന്തുകൊണ്ടായിരിക്കാം ആ ലേഖകൻ അങ്ങനെ എഴുതിയിട്ടുണ്ടാവുക? പല കുടുംബത്തിലും ആളുകൾ സംസാരിക്കാൻ ഒരു 10 മിനിറ്റ് പോലും എല്ലാവരും ഒന്നിച്ചിരുന്ന് മറ്റുള്ള ജോലികളിൽ നിന്നൊക്കെ മുക്തമായിട്ട് സംസാരിക്കുന്ന ഒരു അവസ്ഥയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കുടുംബത്തിൻ്റെ നായകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഭാര്യയുടെ കാര്യങ്ങൾ കേൾക്കാൻ സമയമില്ല. നമ്മൾ ആലോചിക്കണം. ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ മനസ്സിലാക്കാൻ അവൾ തയ്യാറല്ല.
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദാഇൽ അഥവാ വിടവാങ്ങൽ പ്രസംഗത്തിൽ പോലും പറഞ്ഞതായിട്ട് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. ഇസ്തൗസൗ ബിന്നിസായി ഖൈറാ, നിങ്ങൾ നിങ്ങളുടെ ഇണകളോട് ഏറ്റവും ഉത്തമമായ രൂപത്തിൽ നിലകൊള്ളണമെന്ന. ഭാര്യമാരോട് അവര് അടുക്കളയിലെ ഒരു മെഷീനല്ല, ഒരു യന്ത്രമല്ല. അങ്ങനെയാണ് പല ആളുകൾ വിചാരിച്ചിട്ടുള്ളത്. അവള് മജ്ജയുള്ള, മാംസമുള്ള, രക്തമുള്ള, ചിന്താശേഷിയുള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പം അവൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടാകും, അതിന് ചെവി കൊടുക്കണം, അത് കേൾക്കാനുള്ള മനസ്സുണ്ടാവണം. ഈ അലാ വസ്തൗസൗ, അറിയുക, ഞാൻ നിങ്ങളോട് ഇതാ വസിയ്യത്ത് ചെയ്യുന്നു. ആരെ സംബന്ധിച്ച്? ബിന്നിസാഇ, സ്ത്രീകളെ സംബന്ധിച്ച്, അഥവാ ഇണകളെ സംബന്ധിച്ച് അവരോട് എന്താ വസിയ്യത്ത്? ഖൈറാ, അതായത് ഉത്കൃഷ്ടമായ രൂപത്തിൽ അവരോട് നിലകൊള്ളണം എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനും അത് പറഞ്ഞിട്ടുണ്ട്. 4-ാം അധ്യായം സൂറത്തു നിസാഇന്റെ 19-ാമത്തെ വചനം. സഹോദരങ്ങളെ, ഇതൊക്കെ എഴുതി വെക്കണം. എപ്പോഴും ആളുകൾ പറയാറുണ്ട് ഇസ്ലാം സ്ത്രീ വിരുദ്ധമാണ്, ഇസ്ലാം പുരുഷ മേധാവിത്വത്തിന്റെ മതമാണ് എന്ന്. നിങ്ങളെ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരും മനസ്സിലാക്കുക, ഇസ്ലാം സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, സ്ത്രീകളുടെ നന്മക്ക് വേണ്ടി, സ്ത്രീകളുടെ ഉയർച്ചക്കും അതുപോലെ തന്നെ അഭിമാനത്തിനും അന്തസ്സിനും ഒക്കെ ഉതകുന്ന രൂപത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് 4-ാം അധ്യായം 19-ാം സൂക്തം, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്. പുരുഷന്മാരെ സ്ത്രീകളോട്, അവരുടെ ഇണകളോട് ഏറ്റവും നല്ല രൂപത്തിൽ നിലകൊള്ളണമെന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയാ. കല്യാണം കഴിച്ച് നിക്കാഹ് ചെയ്തിട്ട് മഹർ കൊടുത്ത് ഞാനിതാ നിങ്ങളുടെ മകളെ ഭാര്യയായി, ഇണയായി ഇതാ തൃപ്തിപ്പെട്ട് പൊരുത്തപ്പെട്ട് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പ്രാർത്ഥിച്ച് ജീവിതത്തിലേക്ക് ഇണയായി, തുണയായി കൊണ്ടുവന്ന ആ സഹോദരിയുടെ വിഷയത്തിൽ വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്, നല്ല രൂപത്തിൽ നിലകൊള്ളണമെന്ന് പരിശുദ്ധ ഖുർആൻ പറയാം. എന്താണ് ഈ നല്ല രൂപത്തിൽ നിലകൊള്ളുക? മഅറൂഫായ രൂപത്തിൽ നിലകൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ചുരുക്കം സുഹൃത്തുക്കളെ ഒരു ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ജോലിക്ക് പോകുന്ന ഒരാൾ, ആ മനുഷ്യൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യ ചായ എടുക്കട്ടെ എന്ന് പറയാൻ, അങ്ങനെ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അങ്ങനെ ചായ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിങ്ങനെ കുടിക്കുകയാണ്. അപ്പോൾ ആ ചായ, ഒരു ഗ്ലാസ് ചായയിൽ നിന്ന് ഒരിറക്ക് ചായ കുടിച്ചു കഴിയുമ്പോൾ ചായ നന്നായിട്ടുണ്ട് എന്നൊന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവൾക്ക് സന്തോഷമാകും. അപ്പോൾ അവളുടെ അധ്വാനം, അവളുടെ ആ ഒരു ഈ ഭർത്താവിനുള്ള സേവനം, അതിൻ്റെ പേരിൽ ചെറിയൊരു അഭിനന്ദനം, അത് വളരെ പ്രധാനമാണ്. ഇപ്പം നമ്മൾ ചായ നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ പറയുന്നതിന് എന്താ നഷ്ടം? ഇപ്പോൾ ഒക്കെ ആളുകൾ ഭക്ഷണം നന്നായാലും എന്താ പറയുക? ഇങ്ങനെ പറയില്ലേ, അടിപൊളിയായിട്ടുണ്ടെന്ന്. അങ്ങനെയൊക്കെ പറയണം നമ്മൾ. ഭാര്യയോട് പറയുക, ഭക്ഷണമോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സൂപ്പറായിട്ടുണ്ട്, നന്നായിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് പറയുക. വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്, ആ ആയത്തിനൊക്കെ നമ്മൾ ആ രൂപത്തിൽ മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൻ്റെ ഒക്കെ ഒരു കുടുംബത്തെ എത്രമാത്രം അല്ലാഹു തആല കുടുംബത്തിലെ ബന്ധം അത് ഈടുറ്റതാക്കണം, ഇമ്പമുള്ളതാക്കണം എന്ന് ഖുർആൻ ആഗ്രഹിക്കുന്നു, അല്ലാഹു ആഗ്രഹിക്കുന്നു എന്ന് ആ വചനത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കേട്ടോളൂ പ്രിയമുള്ളവരെ, അതിൻ്റെ ബാക്കി എന്ന് പറയുന്നത് ഫഇൻ കരിഹ്തുമൂഹുന്ന, നിങ്ങൾ നിങ്ങളുടെ ഇണകളിൽ വല്ല പോരായ്മകളും കണ്ടാൽ, ഫഇൻ കരിഹ്തുമൂഹുന്ന, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലുമൊക്കെ കണ്ടാൽ, ഫഅസാ അൻ തക്റഹു ശൈആ വയജഅലുല്ലാഹു ഫീഹി ഖൈറൻ കസീറാ. 4-ാം അധ്യായം. ഈ 4-ാം അധ്യായത്തിൻ്റെ പേര് പറയാം ആർക്കെങ്കിലും? പറയൂ. നിസ. എന്താ നിസ എന്ന് പറഞ്ഞ അർത്ഥം? സ്ത്രീകൾ എന്നുള്ളതാണ്.
അപ്പോൾ സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടുള്ള അധ്യായത്തിന്റെ 19-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയാ, ഫഇൻ കരിഹ്തുമൂഹുന്ന, അല്ലയോ പുരുഷന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ഇണകളുണ്ടല്ലോ അവരിൽ നിന്ന് വല്ലതും അനിഷ്ടകരമായി നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഫഅസാ അൻ തക്റഹു ഷൈഅൻ, നിങ്ങൾ ആ വെറുക്കുന്ന കാര്യം എന്തായേക്കാം, വയജഅലുല്ലാഹു ഫീഹി ഖൈറൻ കതീറാ, അതിൽ അല്ലാഹു നന്മ നിശ്ചയിച്ചേക്കാം എന്ന് മാത്രമല്ല ഖൈറൻ കതീറാന, ധാരാളം നന്മ നിശ്ചയിച്ചേക്കാം. ഇപ്പോ ഈ ഭർത്താവ് ആഗ്രഹിക്കുന്നതെല്ലാം ഭാര്യയിൽ കണ്ടോളണമെന്നില്ല. ചിലത് ഇഷ്ടപ്പെടാത്തതൊക്കെ ഉണ്ടാവും. കാരണം ഭാര്യ എന്ന് പറഞ്ഞാൽ മറ്റൊരു ജീവനാണ്, മറ്റൊരു ബുദ്ധിയും ചിന്തയൊക്കെ ഉള്ള വേറൊരു വ്യക്തിയാണ്. അടുപ്പുണ്ടാകും, ഇണക്കമുണ്ടാകും, ഉണ്ടാവണം. പക്ഷേ എങ്കിൽ പോലും അവൾക്ക് ഒരുപക്ഷെ തെറ്റ് അവൾ ഇദ്ദേഹം ആഗ്രഹിക്കുന്നതെല്ലാം അവിടെ കണ്ടുകൊള്ളണമെന്നില്ല. നിങ്ങൾ നോക്കൂ, ഒരാൾ വീട്ടിലേക്ക് വരികയാണ്. അപ്പം അദ്ദേഹം വീട്ടിൻ്റെ മുന്നിൽ വന്നിട്ട് അപ്പോൾ വാതിലൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. കോളിംഗ് ബെല്ലുണ്ട്. കോളിംഗ് ബെല്ല് ഒന്നടിച്ചു, ആരും വന്ന് വാതിൽ തുറക്കുന്നില്ല. രണ്ടാം തവണയും കോളിംഗ് ബെല്ലടിച്ചു, വാതിൽ തുറക്കുന്നില്ല. മൂന്നാം തവണയും ബെല്ലടിച്ചു, വാതിൽ തുറക്കുന്നില്ല. ഭാര്യ അവരൊരു പക്ഷേ അതുവരെ അടുക്കളയിൽ ജോലിയെടുത്ത് അലക്കി അങ്ങനെ കുട്ടികളെയൊക്കെ നോക്കി വീട് അടിച്ച് തുടച്ച് ആ സമയത്ത് കുളിക്കുകയായിരിക്കും. അപ്പോൾ ഇദ്ദേഹം വന്നിട്ട് കോളിംഗ് ബെല്ല് അമർത്തിയിട്ടൊന്നും ഇത് തുറക്കുന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് സങ്കടമായി, വിഷമായി. സങ്കടവും വിഷമവും മാത്രമല്ല, അതിങ്ങനെ ഞാൻ വരുമ്പോൾ എന്തുകൊണ്ട് വാതിൽ തുറക്കുന്നില്ല, എന്നെ ബഹുമാനിക്കുന്നില്ലേ, എനിക്ക് വാതിൽ തുറന്നു തരേണ്ടതല്ലേ, അവളെ ഞാൻ പാഠം പഠിപ്പിക്കും എന്നൊക്കെയുള്ള ചിന്തയിലേക്ക് മനുഷ്യന് പോകാൻ പറ്റുമോ? അവിടെയാണ് ഈ ആയത്ത് നമ്മൾ ഓർക്കേണ്ടത്. നിങ്ങൾ വെറുക്കുന്ന, നിങ്ങൾക്ക് അനിഷ്ടകരമായ വല്ലതും ഉണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ക്ഷമ പാലിക്കുക. കാരണം നിങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യമുണ്ടല്ലോ, വയജഅലുല്ലാഹു ഫീഹി ഖൈറൻ കതീറാ, അതിൽ അല്ലാഹു തആല ധാരാളം നന്മ നിശ്ചയിച്ചേക്കാം എന്ന. സഹോദരങ്ങളെ, എത്രയെത്ര മനോഹരമായിട്ട്, എത്ര സുന്ദരമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യയും ഭർത്താവും കഴിയേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, ഒരു ഹദീസില് ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ 1469 നമ്പർ വചനമായിട്ട് കൊടുക്കുന്നത് എല്ലാവരും അടിവരയിട്ട് മനസ്സിലായിക്കോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, ലാ യഫ്റഖ് മുഅ്മിനുൻ മുഅ്മിനതൻ, ഒരു സത്യവിശ്വാസിനിയെ ചൊറിയരുത് എന്നാണ്. യഫ്രഖ് എന്ന് പറഞ്ഞാൽ ചൊറിയുക, ലാ യഫ്രഖ് എന്ന് പറഞ്ഞാൽ ചൊറിയരുത് എന്നാണ്. എന്താ അങ്ങനെ പറഞ്ഞ അർത്ഥം? ഐലാ യുബ്ഗിൽ, നീ അവൾക്ക് കോപം ഉണ്ടാകുന്ന, അവൾക്ക് ദേഷ്യം ഉണ്ടാകുന്ന വർത്തമാനം നീ പറയരുത് എന്നാണ്. വെറുപ്പുണ്ടാകുന്ന കാര്യം നീ പറയരുത് എന്നാണ്. എന്നിട്ട് പറയാൻ, ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ, ഒരു കാര്യം കൊണ്ട് നിനക്ക് അനിഷ്ടകരമായ വല്ലതും ഉണ്ടായാൽ മറ്റൊന്നുകൊണ്ട് നിനക്ക് തൃപ്തി ഉണ്ടായേക്കാം. അതെ, ചില കാര്യങ്ങൾ നമ്മൾ ഭാര്യയുടെ അടുക്കൽ നിന്ന് അവളുടെ പ്രവൃത്തി എന്തെങ്കിലും ഭക്ഷണമോ കാര്യങ്ങളോ അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്ത സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. നമ്മളിതൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ചെറിയ ചെറിയ ചില തെറ്റുകളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ വിട്ടുവീഴ്ച ചെയ്യണം, കണ്ണടക്കണം. ഒരു ദമ്പതിമാരെ കുറിച്ച് ഒരു പുസ്തകത്തിൽ മനോഹരമായിട്ടുള്ളൊരു സംഭവമുണ്ട്. ഞാൻ ആ സംഭവം ചുരുക്കി നിങ്ങളോട് പറയാം, എല്ലാവരും ശ്രദ്ധിക്കുക. അതായത് ഭാര്യയും ഭർത്താവും വളരെ സ്നേഹത്തോടുകൂടെ അങ്ങനെ കഴിയാണ്. സുന്ദരിയായിട്ടുള്ള ഭാര്യ, അവരിങ്ങനെ അസൂയാവഹമായ രൂപത്തിലാണ് കഴിയുന്നത്. ഓരോ ചുവടിലും അവൾക്ക് താങ്ങായി അദ്ദേഹമുണ്ട്, അദ്ദേഹത്തിന് താങ്ങായിട്ട് അവളുണ്ട്. ഒരു സുപ്രഭാതത്തിൽ സുന്ദരിയായിട്ടുള്ള ആ മനുഷ്യൻ്റെ ഭാര്യയ്ക്ക് ത്വക്ക് രോഗമുണ്ടാകാൻ, സ്കിൻ ഡിസീസ് എന്ന് പറയുന്ന നമ്മുടെ ഈ ചർമ്മം ഉണ്ടല്ലോ, ആ നല്ല വെളുത്ത് തുടുത്ത ഈ ചർമ്മം, അത് അതിനൊരു അടയാളങ്ങൾ വരികയാണ്. അങ്ങനെ ഈ സ്ത്രീ എന്താണ് വിരൂപത ഉണ്ടാകുകയാണ്. ഈ മനുഷ്യൻ എന്ത് ചെയ്തു പറയുന്നത്?
ഒരു അനിഷ്ടവും പ്രകടിപ്പിച്ചില്ല. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഒരു വാഹനം ആക്സിഡൻറ്റിൽ അദ്ദേഹം പെട്ടുപോയി. കയ്യിനും കാലിനും പരിക്ക് പറ്റിയെന്ന് മാത്രമല്ല, കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. അദ്ദേഹം പരിക്കൊക്കെ മാറി വീട്ടിലേക്ക് വന്ന് ഭാര്യയോടൊത്ത് അങ്ങനെ സന്തോഷകരമായിട്ട് എങ്ങനെയായിരുന്നു ആദ്യം അതുപോലെ മുന്നോട്ട് പോകാൻ. പക്ഷേ ഭാര്യയുടെ അവസ്ഥ എന്ന് പറയുന്നത് എന്താ? ഈ വിരൂപത ഉണ്ടല്ലോ, അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വിരൂപതയിൽ നിന്ന് വിരൂപത വർദ്ധിച്ച് ആകെ ഒരവസ്ഥയായിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് കണ്ണിന് കാഴ്ചയില്ല എന്നുള്ളതാണ് വെപ്പ്. അങ്ങനെ അവർ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ. ഒരു ദിവസം ആ സ്ത്രീ മരിച്ചിട്ട് അന്ത്യകർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ അവിടുന്ന് പോകാൻ. അപ്പോൾ പോകുന്ന സന്ദർഭത്തിൽ അയൽവാസിയായിട്ടുള്ള മനുഷ്യൻ ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇനി എങ്ങനെയാണ് നിങ്ങൾ ഇനി ജീവിക്കുക എന്ന് പറയാണ്. അപ്പം അദ്ദേഹം പറയാണ്, വളരെ സങ്കടമുണ്ട്, ഭാര്യ മരണപ്പെട്ടു, പക്ഷേ എനിക്ക് എൻ്റെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടില്ല. പിന്നെ നഷ്ടപ്പെട്ടു എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത്? അതായത് അദ്ദേഹം ശ്രദ്ധിക്കണം, എനിക്ക് കാഴ്ചയുണ്ട് എന്നവൾ മനസ്സിലാക്കുകയും അവളുടെ വിരൂപത ഇങ്ങനെ ദിവസേന വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അറിയുന്നുണ്ട് എന്ന് അവൾ അറിയുമ്പോൾ അവൾക്ക് എന്തുണ്ടാകും? ഈ രോഗത്തെക്കാൾ അവളുടെ മനസ്സിന് അത് കൂടുതൽ ആഘാതമുണ്ടാക്കും. അതുകൊണ്ട് ഞാൻ കാഴ്ചയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ മനസ്സിലെ ഒരു വിഷമവും ഇല്ലാതിരിക്കാൻ വേണ്ടി അങ്ങനെ അഭിനയിച്ചതാണ് എന്ന് ആ സംസാരത്തിനിടയ്ക്ക് പറയാൻ. എന്താണ് അത്രമാത്രം പറയാനുള്ള കാര്യം എന്ന് ചോദിച്ചാൽ, അവളുടെ സന്തോഷമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എന്നാണ്. നിങ്ങൾ നോക്കൂ, ഭാര്യയുടെ ഒരു കുറവ് അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്യാൻ. അപ്പോൾ ജീവിതം സന്തോഷകരമാകാൻ ഇതുപോലെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ, ചില വിട്ടുവീഴ്ചകൾക്ക് നമ്മൾ തയ്യാറാകേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഭാര്യയുടെ ചില ആളുകളുണ്ടല്ലോ, ചില ആളുകളിങ്ങനെ വെറും ആരാധനാ കർമ്മങ്ങൾ അല്ലെങ്കിൽ പൊതുകാര്യങ്ങൾ മാത്രം, കുടുംബത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കൂല. പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു വ്യക്തി, അദ്ദേഹം എന്ത് ചെയ്യും? പകലിൽ നോമ്പ് നോക്കും, രാത്രി നമസ്കരിക്കും, ഭാര്യയുടെ കാര്യങ്ങളൊന്നും നോക്കൂല. പ്രവാചകൻ്റെ അടുക്കൽ പരാതി വന്നു. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു അമാനത്താണ്. അതിനെക്കുറിച്ച് നാളെ റബ്ബ് ചോദ്യം ചെയ്യും. നീ നിൻ്റെ ഭാര്യയോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ? ഭാര്യയോട് ചോദിക്കും, നിൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോടുള്ള കടമകളും കടപ്പാടുകളും നിർവഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പം ഞാൻ ഹദീസിലേക്ക് വരാം. അതായത് അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയാൻ, ഖാലലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ദൂതനോട് പറഞ്ഞു, യാ അബ്ദുല്ലാഹ് ബിൻ അംർ, അല്ലയോ അബ്ദുല്ലാഹ് ബിൻ അംറേ, ബലഗനി അന്നക തസൂമുൻ നഹാർ വതഖൂമുൽ ലൈൽ, എൻ്റെ അടുത്ത് വിവരം കിട്ടിയിട്ടുണ്ട്, നീ എല്ലാ ദിവസവും നോമ്പ് നോക്കുകയാണ്, രാത്രി ഇങ്ങനെ നീ എഴുന്നേറ്റ് നമസ്കരിക്കുകയാണ് എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖുൽതു ബലാ യാ റസൂലല്ലാഹ്, അതെ അള്ളാഹുവിൻ്റെ ദൂതനെ, ഞാൻ അപ്രകാരമാണ്, ഞാൻ അങ്ങനെയാണെന്ന് പറയാൻ. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മറുപടി എന്താ? ശ്രദ്ധിക്കണം. ഖാല ഫലാ തഫ്അൽ, അങ്ങനെ ചെയ്യാൻ പാടില്ല. നോമ്പല്ലേ, വ്രതല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്നും നോമ്പ് നോക്കാൻ പാടില്ല. നിസ്കാരല്ലേ, നമസ്കാരല്ലേ വിചാരിച്ചിട്ട് രാത്രി മുഴുക്ക ഇങ്ങനെ എഴുന്നേറ്റ് നമസ്കരിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ആരാ പറയുന്നത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ട് പറയുന്നത് ശ്രദ്ധിക്കണം, ഓരോ ഇണയും തുണയും മനസ്സിലാക്കണം. എന്താ പറയുന്നത്? നീ സും വഅഫ്തിർ, നീ നോമ്പ് നോക്കുക, നോമ്പ് മുറിക്കുക. വഖും വനം, നീ ഉറങ്ങുക, ഉറക്കം ഒഴിവാക്കി എന്ത് ചെയ്യണം? നീ എഴുന്നേൽക്കുകയും ചെയ്യുക, നമസ്കരിക്കുകയും ചെയ്യുക. ഫഇന്ന ലിജസദിക അലൈക ഹഖ്ഖ, നിനക്ക് നിന്റെ ശരീരത്തോട് ചില കടമകളുണ്ട്.
നിന്റെ കണ്ണുകളോട് ചില കടമകളും ബാധ്യതകളും നിനക്കുണ്ട്. നിന്റെ ഇണയോട് നിനക്ക് കടമകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇത് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് കൊടുത്ത അധ്യായത്തിന്റെ പേരെന്താ അറിയുക? ബാബുൻ ലിസൗജിക അലൈക ഹഖ്ഖുൻ. നിന്റെ ഇണയോടുള്ള കർത്തവ്യങ്ങൾ വിവരിക്കുന്ന അധ്യായം എന്നുള്ള ആ ചാപ്റ്ററിൽ 5199 നമ്പറായിട്ട് കൊടുക്കുന്ന വചനമാ. അള്ളാന്റെ റസൂൽ ആ കാലഘട്ടത്തിലാണ് അത് പറയുന്നത്. നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, ഇപ്പോൾ ഭാര്യയോട് ഒരു മണിക്കൂർ അരമണിക്കൂർ ഒന്ന് സംസാരിക്കാൻ സമയമല്ല, അവളുടെ വേദനകൾ, സങ്കടങ്ങൾ, അതുപോലെ ഭർത്താവിൻ്റെ ജോലിസ്ഥലത്തെ വിഷമങ്ങൾ എന്ത്, അതുപോലെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ഇതൊക്കെ നോക്കാനും അറിയാനുമൊക്കെ അവൾക്കും സമയമില്ല എന്നുള്ളതാണ്. ചില ആളുകളൊക്കെ നിങ്ങൾ നോക്കൂ, ഇപ്പം ഈ പ്രവാസ ലോകത്തൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില ആളുകളൊക്കെ പിന്നെ സാധ്യത ഉണ്ടായിട്ടും നാട്ടിൽ പോകാതെ 2.5 വർഷം 3 വർഷം 4 വർഷമൊക്കെ അങ്ങനെ നിൽക്കുക. 5 വർഷം അതിലധികം വർഷം നിന്നിട്ടുള്ള ആളുകളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. നഊദു ബില്ലാഹ്, ഇതൊന്നും പാടില്ലാത്തതാകുന്നു. നമ്മൾ ഒരു ഒരു ഭർത്താവ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കടമകളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ചികിത്സ എന്നൊക്കെ. അത് മാത്രമല്ല, അവൾക്ക് സ്നേഹം കൊടുക്കണം. അവൾക്ക് മാത്രമല്ല കേട്ടോ, നേരെ ഇങ്ങോട്ടും സ്നേഹം മാത്രമല്ല, സംരക്ഷണം മാത്രമല്ല, ആദരവ് നൽകണം, ബഹുമാനം നൽകണം. ഇതൊക്കെ വേണം, വിട്ടുവീഴ്ച ചെയ്യണം. ഇതൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്നതാ. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ നമ്മൾ നോക്കുമ്പോൾ അതിൽ ഈ സംഗതികൾ കാണാനായിട്ട് കഴിയും. ഇനി അവൾക്ക് ഈ ചെലവിന് കൊടുക്കുന്നുണ്ടല്ലോ, ഇപ്പം ദൂർത്തടിക്കാൻ പാടില്ല എന്ന് നമ്മൾ നേരത്തെ പറയണ്ടായി. ചില ആളുകളുടെ ആ വിഷയത്തിൽ പിശുക്ക് കാണിക്കുന്നവർ, പെരുന്നാൾ വന്നാലും ഒരു മാക്സി എടുത്ത് തരാൻ പറഞ്ഞാൽ പണം ഉണ്ടായിട്ടും കൊടുക്കാത്ത ഭർത്താക്കന്മാർ. സുബ്ഹാനല്ലാഹ്, ഒരു മാക്സിക്ക് എത്ര രൂപയാണ്? ഒരു 250, 300, 400 ഒക്കെ കൊടുത്താൽ ഒന്ന് കിട്ടും. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുമെന്ന് മാത്രം. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഹിന്ദ് ബിന്ത് ഉത്ബ എന്ന് പറഞ്ഞിട്ട് ഒരു വനിതയുണ്ടായിരുന്നു. ആ സഹോദരി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് വന്നു. പ്രവാചകരെ, എനിക്കും എൻ്റെ കുട്ടികൾക്കും ആവശ്യമായ ചെലവിന് എൻ്റെ ഭർത്താവ് തരുന്നില്ല, അദ്ദേഹം പിശുക്കനായ മനുഷ്യനാണ് എന്ന് പ്രവാചകനോട് പറഞ്ഞു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖുദീ മാ യക്ഫീകി വവലദകി ബിൽ മഅറൂഫ്. അദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ നിന്ന് അദ്ദേഹം അറിഞ്ഞിട്ടില്ല എങ്കിൽ പോലും നിനക്കും നിന്റെ മക്കൾക്കും ആവശ്യമുള്ളത് നീ എടുത്തുകൊള്ളുക. ഇമാം ഇബ്നു മാജയുടെ സുനനിൽ 1871 നമ്പർ വചനമാണ്. സഹോദരങ്ങളെ, അതിനർത്ഥം ഭർത്താവിൻ്റെ പണം അടിച്ചു മാറ്റാന്നല്ല, ആവശ്യമുള്ളത് എടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാ ഞാൻ ചുരുക്കി പറയുകയാണ്. ഒരുപാട് കടമകൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, നിങ്ങൾ കേട്ടിട്ടില്ലേ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ആ പ്രഗൽഭനായ സ്വഹാബി, അദ്ദേഹം ഷാമിലേക്ക് പോയി. ഷാമിലേക്ക് പോയപ്പോൾ അവിടെയുള്ള ആളുകൾ, അവിടെയുള്ള പുണ്യപുരുഷന്മാർക്ക്, നേതാക്കന്മാർക്ക്, ചക്രവർത്തിമാർക്ക് സാഷ്ടാംഗം നമിക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു മദീനയിൽ തിരിച്ചു വരികയാണ്. മുആദിന്റെ നേതാവാരാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹം സാഷ്ടാംഗം നമിക്കാനായിട്ട്, സുജൂദ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ നബി ചോദിച്ചു, മാഹാദായ മുആദ്, മുആദ് എന്താണ് നീ കാണിക്കുന്നത്? അപ്പോ ഫഅഖ്ബറ മുആദ് റളിയല്ലാഹു അൻഹു, അപ്പോഴാണ് മുആദ് റളിയല്ലാഹു അൻഹു ഈ കാര്യങ്ങൾ അറിയിക്കുന്നത്. ഞാൻ ചുരുക്കുകയാണ് പ്രിയമുള്ളവരെ. അപ്പൊ നബി പറഞ്ഞൊരു വാക്കുണ്ട്, ഇങ്ങനെ സുജൂദ് ചെയ്യാൻ പാടില്ല.
സുജൂദ് ചെയ്യാൻ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് സാഷ്ടാംഗം നമിക്കാൻ ഞാൻ അനുവദിക്കുമായിരുന്നുവെങ്കിൽ വലൗ കുൻതു ആമിറൻ അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ. വല്ല മനുഷ്യനും മറ്റൊരാൾക്ക് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിന് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്നാ. എന്തുകൊണ്ടാണ് നബി അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ ആ ഹദീസിന്റെ അവസാനത്തിൽ കാണാം. സഹോദരങ്ങളെ, ഒരു ഭാര്യക്ക് ഭർത്താവിനോടുള്ള കടമകളുടെ ആധിക്യം എത്രമാത്രമുണ്ട് എന്ന് ലി അളീമി ഹഖ്ഖിഹി അലൈഹാ. അതുകൊണ്ടാണ് ആ പ്രയോഗം നടത്തിയത് എന്ന. സുജൂദ് റബ്ബിന് മാത്രമേ പറ്റുള്ളൂ. തലകുനിക്കൽ, സുജൂദ്, സാഷ്ടാംഗം അത് പരിശുദ്ധനായ സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ. പിന്നെ ആ പ്രയോഗം നടത്തിയെന്നതാണ് അത്രമാത്രം വലിയ ബാധ്യതയും കടപ്പാടും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ മുവത്തയിൽ 952 ഒരു വചനമുണ്ട്. ആ വചനത്തിൻ്റെ താല്പര്യം എന്താണെന്ന് അറിയുമോ സഹോദരങ്ങളെ? നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ എങ്കിൽ ഓർക്കുക, നിങ്ങൾ കല്യാണം കഴിച്ചു കൊണ്ട് വന്നിട്ടുള്ള പെണ്ണുണ്ടല്ലോ, അവള് നിങ്ങളുടെ നരകം അല്ലെങ്കിൽ സ്വർഗം ആണ് എന്നുള്ളതാണ്. അതുപോലെ നേരെ തിരിച്ചും. എന്താ കാര്യം? അവളോടുള്ള പെരുമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് സ്വർഗം ലഭിക്കുക. അതുപോലെ അവള് എങ്ങനെ ഭർത്താവിനോട് നിലകൊള്ളുന്നുവോ അതിനനുസൃതമായിരിക്കും സ്വർഗവും നരകവുമൊക്കെ എന്നുള്ളതാണ്. അത്രമാത്രം ബാധ്യതകളും കടപ്പാടുകളും ഉണ്ട് എന്നാണ്. ഞാൻ ചുരുക്കുകയാണ്. 1-2 കാര്യങ്ങൾ കൂടെ പറയട്ടെ. ഇപ്പോൾ ചില ആളുകളുണ്ട്, പിന്നെ ഭാര്യയല്ലേ ഒരു വിലയും നിലയും കൽപ്പിക്കാതെ, എത്രത്തോളം എന്ന് പറഞ്ഞാൽ സംസാരത്തിലാകട്ടെ, സംസാരത്തിൽ പോലും സ്നേഹത്തോടുകൂടെ ഒരു വാക്ക് പറയാതെ മോശമായിട്ടുള്ള സംസാരവും കാര്യങ്ങളും നടന്നവരുണ്ട്. സ്വഹാബികളൊക്കെ എങ്ങനെയായിരുന്നു അറിയുന്നത്? സ്വഹാബികൾ കോളേജിൽ പോയിട്ടുണ്ടോ? സ്വഹാബികള് പിന്നെ എങ്ങനെ നല്ല ഭർത്താവാകാം എന്നുള്ള ഗ്രന്ഥം വായിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ അവര് വിശുദ്ധ ഖുർആനെന്ന് മനസ്സിലാക്കി. എന്താ മനസ്സിലാക്കിയ നിങ്ങള്? ഭാര്യൻ്റെ അടുത്ത് പോകുമ്പോൾ, ഭാര്യ എൻ്റെ അടുത്ത് വരുമ്പോഴേ അവള് എന്ത് ചെയ്യണം? സുന്ദരിയായിട്ട് കുളിച്ച് വൃത്തിയായിട്ട് നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ അങ്ങോട്ട് പോകുമ്പോൾ സുന്ദരനായിട്ട് കുളിച്ച് വൃത്തിയായി ഒക്കെ പോകണമെന്ന് ആഗ്രഹിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഇന്നി ഉഹിബ്ബു അൻ അതസയ്യന ലിൽ മർഅതി കമാ ഉഹിബ്ബു അൻ തതസയ്യന ലി. അവൾ എനിക്ക് വേണ്ടി അലങ്കാരം അല്ലെങ്കിൽ മോടി ഒക്കെ ചെയ്യുന്നത് പോലെ അവൾക്ക് വേണ്ടി ഞാനും അങ്ങനെയാകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. 2 ആയത്തുകളാണ് അതിനെന്നെ പ്രേരിപ്പിച്ചത് എന്ന. എന്തായത്? വആശിറുഹുന്ന ബിൽ മഅറൂഫ് എന്നുള്ളതും അത് നേരത്തെ നമ്മൾ പറഞ്ഞു. മറ്റൊന്ന് വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്. അവളുടെ മേലെ ബാധ്യതകളുള്ളത് പോലെ അവൾക്ക് അവകാശമുണ്ട് എന്നുള്ള സൂറത്തുൽ ബഖറയുടെ 228 വചനം. ആ 2 ആയത്തുകളുടെ വെളിച്ചത്തിൽ അദ്ദേഹം പറയുന്നത്. എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യൻ്റെ അടുത്ത് പോകുമ്പോഴേ പല്ല് തേക്കാതെ പിന്നെ കുളിക്കാതെ ദുർഗന്ധായിട്ടാ പോവുക? അല്ലല്ലോ. ഹദീസിൽ കാണാം, സഹീഹ് മുസ്ലിമില് 253 വചനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യൂണിവേഴ്സിറ്റിയിലൊന്നും പോയിട്ടില്ല. പക്ഷേ അവിടുന്ന് പറയാൻ, കാന ഇദാ ദഖല ബൈതഹു ബദ ബിസ്സിവാക്, ദന്ത ശുചീകരണം വരുത്തിയതിനു ശേഷമാണ് പ്രവാചകൻ തൻ്റെ ഭാര്യയുടെ അടുക്കൽ പ്രവേശിക്കുക. നമ്മൾ ആലോചിച്ച് നോക്കൂ, എത്രമാത്രം ഉയർന്ന സങ്കല്പമായിരുന്നു അവരുടെയൊക്കെ മനസ്സിൽ കുടുംബവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക. ഞാൻ അവസാനിപ്പിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹം, പരസ്പരം ആദരവ്, പരസ്പരം ബഹുമാനം, വിട്ടുവീഴ്ച, ഇതൊക്കെ വളരെ അനിവാര്യമാണ്. നിങ്ങൾ കേട്ട് കാണും, ഹവ്വ നമ്മുടെ മാതാവ് അവർ വാരിയല്ലിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന്. സഹോദരങ്ങളെ, ആ ഹദീസ് ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇമാം നബവി റഹിമഹുല്ലാഹ് നൽകുന്നൊരു വിശദീകരണമുണ്ട്. അതെന്താണെന്ന് അറിയുമ്പോൾ, വഫീ ഹാദൽ ഹദീസി, ഈ ഹദീസിലുണ്ട്
മുലാതഫത്തുൻ നിസായി, സ്ത്രീകളോട് സ്നേഹസമ്പന്നമായി കൊണ്ട് ലുതുഫ് എന്ന് പറയുന്നത് മുലാതഫത്ത് എന്ന് പറഞ്ഞാൽ ദയയോടെ, കൃപയോടെ, ആർദ്രതയോടെ നിലകൊള്ളണം. വൽ ഇഹ്സാനു ഇലൈഹിന്ന, അവർക്ക് നന്മ ചെയ്യണം. വസ്സബ്റു അലാ ഇബദി അഖ്ലാഖിഹിന്ന, അവരുടെ നിന്ന് എന്തെങ്കിലും മൈനസുകൾ കണ്ടാൽ ക്ഷമ പാലിക്കണം. ഇതിന്റെ വിശദീകരണത്തിൽ എഴുതി വെച്ചിരിക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടല്ലോ, ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, നബിയുടെ ഭാര്യ പറയാൻ, അള്ളാന്റെ റസൂല് നബിക്ക് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? നബി മരിക്കുമ്പോൾ 9 ഭാര്യമാരുണ്ടായിരുന്നു. മൊത്തം 12 ഭാര്യമാരുണ്ടായിരുന്നു. ആ ഭാര്യമാരിൽ ഒരാളെ പോലും അടിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ കോടതികൾ, പോലീസ് സ്റ്റേഷനുകൾ, പള്ളി മഹല്ലുകളിൽ എത്ര കേസുകളാ. വിവാഹം നിക്കാഹ് കഴിഞ്ഞാൽ 1 മാസം കഴിയുമ്പോഴേക്ക് തലാക്ക്, 6 മാസം കഴിയുമ്പോഴേക്ക് തലാക്ക്. എന്താ പ്രശ്നം? ഗാർഹിക പീഡനം. നമ്മുടെ നാട്ടിൽ, ഇന്ത്യ രാജ്യത്ത് ഗാർഹിക പീഡന വിരുദ്ധ നിയമങ്ങളുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മാ ലറബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈഅൻ ഖത്തു. നബിയെക്കുറിച്ച്, നബിയല്ല പറയുന്നത്, നബിയെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, ഭാര്യ പറയാൻ, അള്ളാഹിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ മാ ലറബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈഅൻ ഖത്തു ബിയദിഹി ലാ ഇംറഅതൻ വലാ ഖാദിമ. ആ ഭാഷാ പ്രയോഗം കേട്ടോ, ഖത്തു എന്നാണ്, അതായത് ഒരിക്കലും. എന്നിട്ട് ഷൈഅൻ എന്ന് പറയാൻ, ഒട്ടും, ഒരിക്കലും, ഒട്ടും ഭൃത്യനെയോ ആട്ടെ, സേവകനെയാകട്ടെ, ഭാര്യയാകട്ടെ അടിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാ മറ്റുള്ള ആളുകൾക്ക് അടിക്കാന്നാണോ? പാടില്ല. എന്തെങ്കിലുമൊക്കെ അനിവാര്യ സാഹചര്യം വന്നാൽ മുഖത്തടിക്കരുത് എന്നാ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭാഗ്യം എന്താ? ഉയർന്ന ശമ്പളമുള്ള ജോലിയോ അല്ലെങ്കിൽ ടൗണിൽ വലിയ കോംപ്ലക്സോ? ഇതൊന്നുമല്ല. അദ്ദുന്യാ മതാഉൻ വഖൈറു മതാഇദ് ദുനിയാ അൽ മർഅതു സ്വാലിഹ. സഹീഹ് മുസ്ലിമിലെ 1467 വചനം. ഈ ദുനിയാവ് മുഴുക്ക വിഭവങ്ങളാണ്, പക്ഷെ ഏറ്റവും നല്ല വിഭവം എന്ന് പറയുന്നത് പുണ്യം ചെയ്യുന്ന, നന്മ ചെയ്യുന്ന, ഒന്ന് നോക്കിയാൽ പുഞ്ചിരിക്കുന്ന നല്ല ഒരു ഇണയാകുന്നു, ഭാര്യയാകുന്ന. സഹോദരങ്ങളെ, നല്ല കുടുംബമായി ജീവിക്കുവാൻ നാം ഏവർക്കും പരിശുദ്ധനായ റബ്ബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുട്ടികൾ, നമ്മുടെ ഇണകൾ എല്ലാവർക്കും സ്നേഹം നൽകുവാനും അതുപോലെ സ്നേഹം വാങ്ങുവാനും, അങ്ങനെ പരസ്പരം നന്മയോടുകൂടെ, പൂന്തോട്ടത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ആരംഭിച്ചത്, ആ രൂപത്തിൽ മുന്നോട്ട് പോകാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിൽ, നേർമാർഗത്തിൽ, അവൻ്റെ ദീനിൽ അടിയുറച്ച് നിൽക്കുന്ന ആളുകളായി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا أرحم الراحمين. صلى الله وسلم على نبينا محمد والحمد لله رب العالمين.